ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാനുള്ള പരിപാടികളിലേക്ക് പോകുമ്പോൾ അതിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ എന്താ ചെയ്യേണ്ടത് സോനു പറയും? ചാനൽ സബ്സ്ക്രൈബ്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. 4 മണിയൊക്കെ ആയതോടെയാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം തീർക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അങ്ങനെ കയറിയത്. വളരെ സിമ്പിളായിട്ട് സ്നാക്സും അതുപോലെ തന്നെ കടികളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, 3:30 ആയപ്പോൾ ഞാൻ പെട്ടെന്നൊരു 3:30 ആയപ്പോൾ എന്താ കടി ഉണ്ടാക്കുക എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു നമുക്ക് ദോശ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ പത്തിരിപ്പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഇതാ നല്ല പതച്ച ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ സെറ്റാക്കി റെഡിയാക്കി. അത് നല്ല പതഞ്ഞ് പൊന്തി പുറത്തൊക്കെ പോയിട്ടോ. 3:30ക്കാണ് ഞാനത് റെഡിയാക്കി വെച്ചത്. അതിൻ്റെ ശേഷമാണ് അതിങ്ങനെ തൂവി പുറത്തൊക്കെ പോയത്. അങ്ങനെ പിന്നെ കുറുമക്കറിയും വെച്ചിട്ടു. അപ്പോൾ ഈ ചിക്കൻ കുറുമയാണ് വെച്ചത്. കുറുമയാകുമ്പം പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ വേഗം അങ്ങ് റെഡിയാക്കിയിട്ട് പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഒക്കെ ബാങ്കിന് വെയിറ്റ് ചെയ്ത് നിന്നാൽ മതിയല്ലോ. പിന്നെ സോനിൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ട് കേട്ടോ. ഫുൾ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറിയത് മുതൽ അപ്പോഴാണ് സ്കൂൾ വിട്ട് വന്നത്. ഇന്നൊരു 3 മണിയായപ്പോൾ സ്കൂൾ വിട്ട് വന്നു. 3:30 ആയപ്പോൾ സ്കൂൾ വിട്ട് വന്നു കേട്ടോ. 3 മണിക്ക് സ്കൂളിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. പിന്നെ അടുക്കള ടു ഫ്രണ്ടിൽ വരെ. ഞാനിപ്പോൾ ഒരു ഹൈ പ്രഷർ ഗ്യാസ് പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്യാസ് അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കൽ കഴിയും കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ കൂടുതലുണ്ട്. പെട്ടെന്ന് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ചൂടൊക്കെ കുറച്ചും കൂടെ ഉണ്ടാവും മറ്റേ നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പിനേക്കാൾ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ആ ഒരു പിന്നെ ആത്മവിശ്വാസത്തിലൂടെയാണ് കുറച്ച് സമയം കൊണ്ട് കുറേ ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വൈകിയാണെങ്കിലും അടുക്കളയിലേക്ക് വന്നത്. അല്ലെങ്കിൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള കടിയാണല്ലോ ഞാൻ തിരഞ്ഞെടുത്തത്. മറ്റേത് പത്തിരിയൊക്കെ ആണെങ്കിൽ പണി പാളുമായിരുന്നു. മണിക്കൂറോളം പരത്തുക ചുടുക ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ പത്തിരി ചുടാൻ നല്ല മടിയാണ്. ഇപ്പോൾ ഞാനിതാ ജ്യൂസിന് വേണ്ടിയിട്ട് വത്തക്ക മുറിച്ചിട്ട് ജാറിലിട്ട് കൊടുത്തിട്ട് പാലൊക്കെ ഒഴിച്ച് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങ് അടിക്കുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ ചേർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പർ ജ്യൂസായി മാറും കേട്ടോ. പിന്നെ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഒരു പിങ്ക് കളറൊക്കെ വേണമെങ്കിൽ അതിൽ ചേർക്കുക. അങ്ങനെ ഇതാ ഈ ഒരു ഉന്നക്കായി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ വേഗം ആവുക. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ 19 ഇങ്ങനത്തെ ഉന്നക്കായി പൊരിക്കുക കേട്ടോ. അതിനനുസരിച്ചിട്ടുള്ള വലിയ പാത്രമുണ്ട് നമുക്ക്. ഗ്യാസിൽ അതിൻ്റെ സൗകര്യമുണ്ട്. പിന്നെ ഇത് തരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു താത്ത. അപ്പോൾ തരിയൊക്കെ ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മയൊക്കെ ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. അമീനും സോനും ഞാനും താത്ത ഞങ്ങളൊക്കെ ഇരിക്കാൻ നിൽക്കുന്നുണ്ട്. താത്ത പിന്നെ വീഡിയോൻ്റെ മുമ്പിൽ വരാൻ മടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫസ്റ്റത്തെ ചായ കൂടി എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും നിസ്കരിക്കാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അമീന് പള്ളിയിൽ പോകണം തറാവിയൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാനും അമീനും സോനും കൂടെ ദോശയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ കുറച്ചുകൂടെ ടൈം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കൽ. ഉമ്മയും താത്തൊക്കെ ഒരു തറാവിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ്. ഞാൻ അമീൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. ചില ദിവസം ഞാൻ കഴിക്കും, ചില ദിവസം കഴിക്കില്ല. അപ്പോൾ ഇന്നൊക്കെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതാ ബത്തക്കേൻ്റെ ഈ ഒരു ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സോനുവിന് തണുപ്പാണ് പറ്റില്ലെങ്കിലും എല്ലാവരും കുടിക്കുന്നതാണ് ഓനക്ക് വേണ്ടി വരും. ആദ്യത്തെ 2 ദിവസം ഞാൻ ചൂടാക്കിയൊക്കെ കൊടുത്തു നോക്കിട്ടോ. പിന്നെ പറഞ്ഞു എന്നെ ചൂടാക്കി പറ്റിക്കണ്ട, എനിക്ക് തണുത്തത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓനക്കും അങ്ങനെ തന്നെ കൊടുത്ത കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല ചൂടാണല്ലോ. നല്ല ചൂടത്ത് അങ്ങനെ തണുപ്പ് കുടിക്കുമ്പോൾ വലിയ പ്രശ്നം വരില്ല. ചെറുതായിട്ട് തണുപ്പും മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വീണ്ടും തണുപ്പ് കുടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇതിരുന്ന് കുടിക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉന്നക്കായാണ് കേട്ടോ. കാരണം നല്ല പഴുത്ത പഴമായിരുന്നു. സാധാരണ പഴുത്ത പഴം കൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കണം. ഉന്നക്കായ്ക്ക് ഒരു മീഡിയം പഴുപ്പാണ് എന്നാണ് അധികാളും പറയുക. പക്ഷേ ഞാൻ എപ്പോഴും ഇതുപോലെ നല്ല പഴുത്ത പഴം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അതെന്നെ കൈ കൊണ്ട് തന്നെ ഉടച്ചിട്ടാണ് അത് പരത്തിയെടുക്കലും ചെയ്യൽ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മറ്റേതിനെന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. സോനു ഒരു ബത്തക്ക പ്രിയനാണ് കേട്ടോ. അങ്ങനെ ഓൻ അവിടെ കടിച്ച് മുറിച്ച് തിന്നുന്നുണ്ട്. അമീന് ചായ കുടിയൊക്കെ കഴിഞ്ഞ നേരം പിന്നെ ഇവിടെ തന്നെ നിസ്കരിച്ച് പിന്നെ ഖുർആൻ ഓതും കേട്ടോ. അപ്പോൾ ഓൻ ഖുർആൻ ഓതുന്നുണ്ട്. സോനു അറിഞ്ഞാലും ഇല്ലെങ്കിലും ശരി അമ്മയും ഖുർആൻ ഓതുന്ന കേട്ടിട്ട് ഇങ്ങനെ മൂളി ഒപ്പിക്കുന്നുണ്ട് ഓനും കൂടെ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശരി ഓനും ചെയ്ത് നോക്കുന്നുണ്ട്.
പിന്നെ ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ അമ്മീൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് നേരത്തെ പറഞ്ഞതാ, ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മീൻക്കും സോനുക്കും ഇവിടെ എല്ലാവർക്കും കുറുമ നല്ല ഇഷ്ടമാണ് കറി. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ കറി വെക്കണതോ കുറേ കടി ഉണ്ടാക്കണമെന്ന് പരിപാടിയില്ല, ലേറ്റായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട് പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.